മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി TB ജംഗ്ഷനിൽ പൊടിപൂരം. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ കുഴൽ കിണർ നിർമ്മിച്ചപ്പോൾ ഉയർന്ന പാറപ്പൊടിയാണ് റോഡിലും വാഹനങ്ങളിലും കടകൾക്കുള്ളിലും ഇരച്ചുകയറിയത്. അങ്കമാലി TB ജംഗ്ഷനിൽ അർബൻ സഹകരണ സംഘത്തിന് എതിർവശമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കുഴൽക്കിണർ കുത്തിയത്. ആദ്യം കുത്തിയ കുഴൽക്കിണറിൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടാമത് ഒരു കിണർ കൂടി നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ കിണർ കുത്തിയപ്പോൾ ഉയർന്ന പാറപ്പൊടി നീക്കം ചെയ്യാൻ ബിൽഡിംഗ് ഉടമയോ കിണർ കുത്തിയവരോ തയ്യാറായില്ല. റോഡിൽ പരന്ന പൊടി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പറന്നുപൊങ്ങി സമീപത്തുള്ള കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും കുമിഞ്ഞുകൂടി. റോഡിലൂടെ നടന്നുപോയവർ ശ്വാസം വിടാനാകാതെ ബുദ്ധിമുട്ടി. കണ്ണിലും മൂക്കിലുമെല്ലാം പൊടി കയറുന്ന അവസ്ഥയുമുണ്ടായി. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും പൊടിയാൽ മൂടപ്പെട്ടു. കടകൾക്ക് മുൻപിൽ വച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം പൊടി കയറി ഉപയോഗശൂന്യമായതായി വ്യാപാരികൾ പറയുന്നു. അവർക്ക് വെള്ളമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ വെള്ളം ലഭിക്കേണ്ടത് നമ്മളും കൂടി സഹകരിച്ചാണ് അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. വാടകക്കാർക്ക് പോലും ഞാൻ ബക്കറ്റിൽ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ അടുത്തൊരു കടക്കാരനാണല്ലോ എന്നൊരു പരിഗണനയിൽ പുറത്ത്. ഇത് നമുക്കൊരു ശല്യമായിട്ടും പറയും. കിണർ വെച്ച് ബോർവെൽ അടിച്ചപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളും പാലിക്കാതെ വെറുതെ തോന്നിയോണം ചെയ്ത് ഒരു ദിവസമല്ല ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന കാര്യം 2 ദിവസമാക്കി. 2 ദിവസം എന്നെ ബുദ്ധിമുട്ടിച്ചു. എൻ്റെ കടയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഡാമേജായി. ഞാൻ ആളെ ഫോണിൽ വിളിച്ചായിരുന്നു. ഫോണിൽ വിളിച്ചാൽ നല്ല റിപ്ലൈ ആദ്യം വന്നു. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തൊരു സീൻ വന്നേക്കണേ. ഇവിടെ വഴി നടക്കുന്ന ആളുകൾക്കോ വണ്ടിക്കാർക്കോ ഇവിടെ പാർക്ക് ചെയ്യുന്ന ആളുകളോ സമീപത്തുള്ള സ്ഥാപനങ്ങളിലുള്ള ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വരെ കംപ്ലൈൻ്റ് ആയെന്ന് എൻ്റെ അറിവ്. പിന്നെ വാഹനങ്ങളുടെ പുറത്തൊക്കെ ഈ പൊടി വീണ് പാർക്ക് ചെയ്ത വീട്ടിലൊക്കെ കംപ്ലൈൻ്റായി. വാഷ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി, തുടയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനുള്ള അത്ര ഗുരുതരമായൊരു പാരിസ്ഥിതിക മലിനീകരണം ഇവിടെ നടന്നിരിക്കുകയാണ്. അതിന് ഞാൻ പറഞ്ഞു, സ്നേഹത്തോടും പറഞ്ഞിട്ട് ആദ്യം സഹകരിച്ച സഹകരണ മനോഭാവം സംസാരിച്ചിരുന്നു. പിന്നെ തുടർന്ന് സംസാരത്തിൽ ഫോൺ അറ്റൻഡ് പോലും ഈ ബിൽഡിംഗ് ഓണർ ഉണ്ടായില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടായ നാശനഷ്ടം എനിക്ക് എൻ്റെ ക്ലീനിങ് വർക്ക് രാവിലെ തുടങ്ങി അടിക്കൽ തന്നെയാണ്. ഒരു രക്ഷയില്ല. പൊടിയുകൊണ്ട് നമുക്ക് ഇരിക്കാനും പറ്റില്ല. ഇപ്പം നാളെ ആയാലും ഇരിക്കില്ല. അന്ന് ഓൾറെഡി വർക്ക് കഴിഞ്ഞോ അടിയന്തരമായിട്ട് ഇതേ നിമിഷം വരെ ഒരു ദിവസം 24 മണിക്കൂറായിട്ടാണ് ക്ലീൻ ആക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഈ ബിൽഡിംഗ് ഓണർ നടത്തില്ല. അല്ല, ശക്തമായ പ്രതിഷേധം ഞാൻ ഈ ചാനലുകാരുടെ മുമ്പിൽ ഞാൻ അറിയിക്കുകയാണ്. വർക്ക് ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലൊക്കെ ഈ പൊടി കയറി കംപ്ലൈൻ്റ് ആയാലും പരാതി കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഈ വരുന്ന 2 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം നാളെ സൺഡേ ആണ്. തിങ്കളാഴ്ചകൾ സംഭവം ശരിയല്ലെങ്കിൽ ഈ കിണറിൽ ഈ ബോർവെല്ലിൽ മോട്ടോർ ഇറക്കാൻ സമ്മതിക്കില്ല. ഈ ബോർവെൽ ഇത്ര കാശ് മുടക്കി വെള്ളം കൊടുക്കേണ്ടത് നമ്മുടെ പ്രാഥമിക കർത്തവ്യമാണെങ്കിലും നമ്മൾ ചെയ്ത ഉപകാരത്തിനനുസരിച്ച് തിരിച്ച് റിട്ടേൺ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ബോർവെല്ല് മോട്ടോർ ഇറക്കാൻ സമ്മതിക്കില്ല. എനിക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം തരാണ്ട് ഈ ബോർവെല്ലിൽ ഞാൻ മോട്ടോർ ഇറക്കിക്കില്ല. തൊട്ടടുത്തുള്ള കടയിലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ തുറക്കാനാകാത്ത അവസ്ഥയുമുണ്ടായി. നഗരസഭയിലും ആരോഗ്യ വിഭാഗത്തിലും പരാതിപ്പെട്ടതായും സമീപവാസികൾ പറഞ്ഞു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്.
വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.